കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു സുഹൃത്ത് എഴുതിയ ഒരു അനുഭവ കഥ, അത് വായിച്ചപ്പോൾ അത് നിങ്ങളൊരു ഷെയർ ചെയ്യണം തോന്നി. ആ കഥ അതായത് അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞ് ഒരുപാട് നാട്ടിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരു അവസരത്തിൽ എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അങ്ങനെ ആ ഉദ്ദേശം അയാൾ പലരെയും മുട്ടി. അങ്ങനെ ദുബായിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, ഇവിടെ ഒരു ഹോട്ടൽ സപ്ലയർ ആയിട്ടുള്ളൊരു ജോലിയുണ്ട്, താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. ഹോട്ടലാണെങ്കിൽ ഹോട്ടൽ, സപ്ലയർ ആണെങ്കിൽ സപ്ലയർ, ഇറ്റ്സ് ഫൈൻ എന്നുള്ള രീതിയിൽ പുള്ളി ദുബായിലേക്ക് വിമാനം കയറി. ദുബായിലെത്തി ആ ഹോട്ടലിൽ ജോയിൻ ചെയ്തു. ഹോട്ടലിൽ ജോയിൻ ചെയ്ത് സപ്ലയർ ജോലിയാണ് പുള്ളി ചെയ്യുന്നത്. ഏകദേശം ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഒരു ഫാമിലി വന്ന് ഭക്ഷണം കഴിക്കുന്ന, ഒരു അറബി ഫാമിലി വന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവർ പെട്ടെന്ന് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണിയിൽ ഒരു പാറ്റയെ കണ്ടിട്ട് അവർ ബഹളം വെക്കാൻ തുടങ്ങി. ബിരിയാണിയിൽ പാറ്റ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് ബഹളമായി. മാനേജറെ വിളിച്ചു, ഷെഫിനെ വിളിച്ചു, അവരെല്ലാവരുടെയും സംസാരിച്ചു. അവർ കംപ്ലീറ്റ് ചെയ്യും, പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളാകെ ഞെട്ടിയിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. ജോലിക്ക് കയറിയിട്ടാകെ ഒരാഴ്ചയായുള്ളൂ. അയാൾ ഉടനെ കിച്ചണിലേക്ക് പോയി ഷെഫിനോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്, എന്താണ് ഇത് പിന്നെ ഇവർ കംപ്ലീറ്റ് ചെയ്ത് എന്താ സംഭവിക്കുക? അപ്പോൾ ഷെഫ് പറഞ്ഞു, ഹോട്ടലിൽ പൂട്ടേണ്ടി വരും, അതാണ് നോർമലി ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പോൾ ഉടനെ ഇയാൾ കിച്ചണിൽ നിന്നൊരു തക്കോലം എന്ന് ഇംഗ്ലീഷിൽ സ്റ്റാർ അനീസ് എന്ന് പറയും, ആ തക്കോലം എടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ട് നേരെ കസ്റ്റമറുടെ അടുത്ത് വന്നു. കസ്റ്റമറുടെ അടുത്ത് വന്നിട്ട് കസ്റ്റമറോട് ആ ബിരിയാണിയിലുണ്ടായിരുന്ന പാറ്റ എടുത്തിട്ട് അയാൾ വായിലിട്ട് ചവച്ച് അത് വിഴുങ്ങി. എന്നിട്ട് ഈ തക്കോലം എടുത്തിട്ട് അവരെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പാറ്റയല്ല, ഇത് തക്കോലമാണ്. അപ്പോൾ ഈ തക്കോലം കണ്ടിട്ടാണ് നിങ്ങൾ പാറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കസ്റ്റമർ കൺവിൻസായി. അപ്പോൾ കസ്റ്റമർ കൺവിൻസായി ഇയാൾ തിരിച്ച് പിന്നെ കിച്ചണിൽ പോയി ഒരുപാട് ഛർദ്ദിച്ച് അത് വയലുള്ള സംഭവം കളയാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ മാനേജർ വന്നിട്ട് ഇയാളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ അത് പാറ്റയാണെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്യാൻ പോയത്? അപ്പോൾ ഇയാൾ മാനേജറോട് പറഞ്ഞത്, സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ പൂട്ടിയാൽ ചിലപ്പം മാനേജ്മെൻറ്റിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള 50 സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിത് ഹോട്ടൽ പൂട്ടിയാൽ വേറെ വഴിയില്ല, അതുകൊണ്ട് ആണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ ആത്മാർത്ഥതയുള്ള ഒരൊറ്റ എംപ്ലോയി നമ്മളെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അത് അവിടെയുള്ള ഇപ്പോൾ 100ഓളം എംപ്ലോയീസ് ഉള്ളൊരു കമ്പനി ആണെങ്കിൽ പോലും അവിടെയുള്ള 100 പേരെയും പ്രൊട്ടക്റ്റ് ചെയ്യാനും ആ കമ്പനീനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇയാൾ ഒറ്റയ്ക്ക് മതി. ഓക്കെ, ഒരു വൻമതിൽ പോലെ, ചൈന വൻമതിൽ പോലെ ഇയാൾ ഇങ്ങനെ ഏത് പ്രതിസന്ധിയിലും കമ്പനിക്ക് വേണ്ടി ഇയാളിങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ ഓക്കെ, ഇങ്ങനത്തെ ഒരു എംപ്ലോയി ആവാൻ ശ്രമിക്കുക. നിങ്ങളൊരു എംപ്ലോയർ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു എംപ്ലോയിയെ ഏൺ ചെയ്യാൻ ശ്രമിക്കുക.